ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഏത് സമയത്തും എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എനർജി മിൽക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട കാര്യം പാലാണ്. ഞാനിപ്പോൾ 1 ലിറ്റർ അളവിലാണ് പാൽ എടുത്തിട്ടുള്ളത്. നമുക്ക് കവർ പാലെന്ന് എടുക്കാം, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പാലുണ്ടല്ലോ, അതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. കവർ പാലാണെന്നുണ്ടെങ്കിൽ 1 ലിറ്ററിൻ്റെ കൂടെ 1 ഗ്ലാസ് അളവിൽ കൂടി പാൽ കൂടുതൽ ചേർത്തേക്കണം. കാരണം അതിൽ അത്രയും കട്ടി ഉണ്ടാവില്ല, അതിൻ്റെ പേരിലാണ്. കാരണം ഇത് കുറച്ച് സമയം ഇങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കും അല്പം നമുക്കൊന്ന് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ പാലെല്ലാം ഒന്ന് തിളച്ച് ചൂടായി തുടങ്ങട്ടെ. ഇതുപോലെ 1 ലിറ്റർ അളവിൽ തന്നെ പാല് വേണം എന്നൊരു നിർബന്ധമില്ല. നമുക്ക് 1/2 ലിറ്റർ പാലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള ആ ഒരു അംഗങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ കുറച്ച് ചേരുവകളും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്നതാണ് നമുക്കിത്. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അതായത് തിളച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ തിളച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. കൂടെ പിന്നെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ബദാം ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ബദാമിന് പകരം നമുക്കിതിലേക്ക് കപ്പലണ്ടിയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിലാണ് ബദാം എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ബദാമിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടെ നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി. ഇനിയിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഏതെങ്കിലും ഒരു നട്ട്സ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ പാടില്ല, ചെറിയ തരിയായിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ച് കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട്. നല്ലതുപോലെ പൊടിഞ്ഞു പോകരുത്. ഇപ്പോഴും ആ നട്ട്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാലിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ നട്ട്സ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഏകദേശം 1 മിനിറ്റോളം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഒന്ന് വീണ്ടും മീഡിയത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കും തോറും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാവും. മധുരം കുറച്ച് മതിയെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിലും ചേർക്കാം. മധുരം ഇഷ്ടമില്ലാത്തവർക്ക് മധുരം നമുക്കിതിലേക്ക് പഞ്ചസാര ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ തയ്യാറ അളവിലാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, ഏലക്കയുടെ നല്ലൊരു മണം നമുക്ക് കിട്ടും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഈ പഞ്ചസാര എല്ലാം നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആകുന്നവരെ മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാലൊക്കെ നമ്മളിലേക്ക് ഒഴിച്ചു കൊടുത്ത പാല് കുറച്ചൊന്ന് വറ്റിയും വന്നിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. വാനില ഫ്ലേവറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. വീട്ടിൽ ഇതെങ്ങനെ കസ്റ്റേർഡ് പൗഡർ തയ്യാറാക്കാമെന്ന് ഞാൻ മുമ്പ് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി വളരെ നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ്. ഉറപ്പായിട്ടും ഇതുവരെ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനത് പിൻഡ് കമൻ്റായിട്ട് എൻ്റെ റെസിപ്പി കൊടുത്തിരിക്കാം. ഇനി നമുക്ക് വേണ്ടത് ഈ കസ്റ്റേർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ പാലോ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളം പോലെ ഒന്ന് ആക്കിയതിന് ശേഷം അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കും, അതിൻ്റെ പേരിലാണ്.
കസ്റ്റേർഡ് മിക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു കട്ടിക്കാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിലും കൂടുതൽ കട്ടി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ നമ്മളിങ്ങനെ ഗ്ലാസ്സിലും കപ്പിലൊക്കെ ഒഴിച്ച് കുടിക്കാനായിട്ട് ഈ ഒരു കട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇതിന്നും കുറയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എനർജി മിൽക്കാണ്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ നന്നായിട്ട് ഇഷ്ടമാവും. ഇത് നമുക്ക് രണ്ട് രീതിയിലും സെർവ് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നന്നായിട്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചും എടുക്കാം. അതുപോലെ തന്നെ ഈ ചൂടോടുകൂടി നമുക്കിത് കുടിക്കാവുന്നതാണ്. രണ്ടും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും കേട്ടോ. തണുപ്പിച്ചിട്ട് കുടിക്കുന്നതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ചൂടോടെ കുടിക്കുന്നതിനും അതിനൊരു കുറച്ച് മധുരം കുറവായിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിലൊരു അല്പം എടുത്തൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് തണുപ്പിച്ചും കൂടെ ഒന്ന് കുടിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഏതാണ് നമ്മുടെ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളതെന്ന്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.